ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മറാക്കൾ മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്, അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതേ ഇല്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളിത് കാണേണ്ടതാണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഡിയർ ആർക്കേഞ്ചൽസ്, പ്രൊട്ടക്റ്റ് റീഡിംഗ് തരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ? ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെ ഓർക്കുന്നത്? അതേപോലെ തന്നെ അവർ സാഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണോ, ഹാപ്പി ആണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, ഇവിടെ ദ മൈസർ എന്ന് പറയുന്നൊരു കാർഡ്, അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരത് കാണിച്ചിട്ടില്ല, അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഒന്നുകിൽ അവരുടെ നേച്ചർ അതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം നിങ്ങളുടെ അടുത്ത് അത് കാണിക്കണ്ട. ഉള്ളിൽ സ്നേഹമുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ. ഒട്ടും നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഒരു വ്യക്തി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് തോന്നുന്നുണ്ടാവും, ഈ ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എന്നോടൊന്നും പറയാറില്ല, എന്നോടൊന്നും കാണിക്കാറില്ല സ്നേഹം. പക്ഷേ ആഴത്തിലുള്ള ഒരു സൗഹൃദം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു നേരത്തെ. ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയതാവാം. നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ ഒരു വ്യക്തിക്ക് ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണാൻ കഴിയും. അത്രയും ടെലിപ്പതി വർക്ക് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതായത് സോളുകൾ തമ്മിൽ വളരെ അടുത്തിട്ടുള്ള രണ്ടാൾക്കാരാണ്, പക്ഷേ ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയില്ല സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹചര്യം സമ്മതിക്കുന്നില്ല. സാഹചര്യത്തിന് സമ്മർദ്ദമുണ്ട്, ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധ്യമല്ല, ഞെരുങ്ങപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. അതിൻ്റെ കാരണവും ഇവിടെ തന്നെ പറയുന്നുണ്ട്. ടോട്ടലിറ്റി എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. രണ്ട് പേരുടെ നടുക്ക് ഈ ഒരു വ്യക്തി ഞെരുങ്ങപ്പെടുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ആവാം. ചിലപ്പോൾ വർക്കിലുള്ള സ്ട്രെസ് ആവാം, ഫാമിലി ആവാം, പാരൻസൊക്കെ അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ജോലിയൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ ആവാം. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഞെരുങ്ങപ്പെടുകയാണ്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. യെസ്, ഇവിടെ ദ എംപറർ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡോമിനൻ്റ് നേച്ചർ ഈ ഒരു പേഴ്സൺ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വയസ്സുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു വ്യക്തി നല്ല മെച്ചേർഡായിട്ടൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മെച്ചേർഡായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ അവരുടെ സ്വന്തമാണെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഈ ഒരു വ്യക്തി വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നും പറയുന്നുണ്ട്. ഡ്രസ്സിങ്ങിലൊക്കെ ഒട്ടും ശ്രദ്ധിക്കാത്ത, അങ്ങനെ വലിയ ഡ്രസ് കോഡൊന്നും ഇല്ലാത്ത, ഏതായാലും മതി അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള, വലിയ ഡ്രസ്സിലൊക്കെ വലിയ ഡിസിപ്ലിനൊന്നും ഇല്ലാത്തൊരു പേഴ്സണാണ്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും അവർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അവർ ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, പക്ഷേ അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർക്ക് എപ്പോഴും നിങ്ങളൊരു തണുപ്പായിരിക്കണം. അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കരുത്. അതായത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള നേച്ചർ ഉണ്ടെങ്കിൽ അത് തീർത്തും ഒഴിവാക്കണം. ഇവിടെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്
നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ലക്കാണെന്നുള്ളത് അവർക്കും അറിയാം. അതായത് ദൈവം എനിക്ക് നൽകിയ ഒരു ഗിഫ്റ്റാണ് നിങ്ങളെന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ കരുതുന്നത്. അവർ നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വാല്യുബിൾ പേഴ്സൺ തന്നെയാണ്. നിങ്ങളെ അവരുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്, സ്വന്തമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കാർഡ്സ് അത്രയും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ അവരുടെ സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടും വാല്യൂ ഉള്ള പേഴ്സണായിട്ടും ഒക്കെ തന്നെയാണ് ഇവർ കാണുന്നത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കാര്യവുമായിട്ട് എടുക്കുക. പലർക്കും തേർഡ് പാർട്ടി പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും, അതായത് മാറ്റങ്ങൾ വരാൻ തുടങ്ങുകയാണ്. ഇത് എൻ്റെ ആയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആകാം, ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പല തടസ്സങ്ങളുണ്ട്, പ്രയാസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. വളരെ എഫേർട്ട് എടുക്കേണ്ടി വരും, പക്ഷേ അവർ എഫേർട്ട് എടുക്കും. ചിലപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺസ്ട്രെയിൻസിലൂടെ കടന്നു പോകുമായിരിക്കാം. അവർക്ക് ചിലപ്പോൾ നല്ലൊരു ജോലി ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ ജോലിയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ഒരുപാട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ടാവും, ഒരുപാട് സ്ട്രെസ്സുള്ളൊരു ജോബായിരിക്കും. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും. അതായത് വർക്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, അതായത് വർക്ക് ലോഡ്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതും. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം ഇവർ സ്നേഹം പ്രകടിപ്പിക്കാത്തതും. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, നമുക്കത് വഴിയെ മനസ്സിലാവും. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാഴ്ച പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാനുണ്ട്. അവർ ചില കമ്മിറ്റ്മെൻറ്റ്സിലാണ്. ആ കാര്യങ്ങൾ അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത്. ചില കാര്യങ്ങൾ കട്ട് ചെയ്യാനുണ്ട്, അതാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ടോട്ടലിറ്റി എന്ന് പറയുന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങൾ, ചില കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ അവസാനിപ്പിക്കാനുണ്ട്. യെസ്, ഇവരുടെ ഹൃദയം വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലാണ്. ചില കാര്യങ്ങൾ ഇവർ തിരിച്ചറിയുന്നുണ്ട്. ചില പേര് ഇവരെ പറ്റിച്ചിട്ടുണ്ട്, നുണകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവരെ പറ്റിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ സ്നേഹം നടിച്ചു നിന്നിട്ടുണ്ടാവാം, സ്നേഹം നടിച്ചത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അവിടെ തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു കാര്യം ഒരു മനസ്സിലാക്കുകയാണ്. അവരെ ആരോ നുണ പറഞ്ഞു അവരെ പറ്റിച്ചിരിക്കുന്നു, അതിൽ ഹൃദയം നൊന്താണ് അവർ നിൽക്കുന്നത്. ഏതൊരു സിറ്റുവേഷനും ആകാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നിന്നും ഇവർക്ക് ചതി പറ്റിയിട്ടുണ്ടാവാം, അത് വിശ്വസിച്ച ആരെങ്കിലും നിന്നും ചതി പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവർ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആരെങ്കിലും ആവാം. ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി, ഇതെല്ലാം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ്. നിങ്ങൾക്കുള്ളതിനെ ഓർത്ത് സന്തോഷിക്കുക, സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അല്ലാതെ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹം കിട്ടിയാലേ നിങ്ങൾ ഹാപ്പിയാവൂ എന്ന് വിചാരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ മറ്റുള്ളവരിൽ നിന്നൊക്കെയുള്ള സ്നേഹം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ മാത്രമേ നിങ്ങളിലേക്ക് സ്നേഹം വരികയുള്ളൂ. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാറ്റങ്ങൾ വരും. കണ്ടോ, സഡൻ ചേഞ്ചസ്, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വയ്യായിരുന്നു എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളോട് ബൗണ്ടറീസ്
കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ദേ ഇത്ര മതി, എനിക്ക് ഇത്ര സമയം വിളിക്കാൻ പറ്റുള്ളൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് ബൗണ്ടറീസും നിങ്ങളെ ഒരുപാട് അവോയ്ഡ് ചെയ്യുകയും നിങ്ങളെ ചീത്ത വിളിക്കുകയും ബ്ലെയിം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതിൽ വളരെയധികം മനം മടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിട്ട്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പിറകെ നടന്നിട്ടുള്ളത്, നിങ്ങളുടെ സ്നേഹം സമ്പാദിച്ചിട്ടുള്ളത്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് വെച്ച് വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കുകയും നിങ്ങളെ വേണ്ടാന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതേ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ അകപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ബൗണ്ടറീസ് തരാണ്, വേണ്ട ഇത്രയും മതി, ഇത്രയും നീ അർഹിക്കുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ. ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാനായിട്ട് അല്ലെങ്കിൽ വരുത്താനായിട്ട് സാധ്യതയില്ലാത്ത മറ്റൊരാളെ നിങ്ങളെക്കാൾ ഉപരിയായി ഈ ഒരു വ്യക്തി സ്നേഹിച്ചു എന്നല്ല, പരിഗണിച്ചു, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട്. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർ അത് ഫേസ് മാസ്ക് ഇട്ട് മറച്ചു പിടിക്കുകയായിരുന്നു മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കുന്നത് കൊണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ദേഷ്യം കാണിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന അതുപോലത്തെ ഒരു സ്വഭാവത്തിലേക്കൊക്കെ ഇവർ വന്നിട്ടുണ്ടാവും. അത് വേറൊരാൾ അവരുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ്, അതായത് ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തതുകൊണ്ടാണ്. അത് ഫ്രണ്ടാവാം, കൊളീഗാവാം, പാരൻസ് ആവാം, തൊഴിലിലുള്ള ആത്മാർത്ഥതയാവാം, എന്തും ആവാം. നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുകയാണ്, ആ ഒരു സിറ്റുവേഷന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, എപ്പോഴും ആ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ടുഡേ അവരുടെ അവസ്ഥ ഒട്ടും അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വിഷമിച്ച് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥയിലായി നിങ്ങളുടെ പേഴ്സൺ. അതാണ് ലാസ്റ്റ് കാർഡ് കാണിക്കുന്നത്. കെട്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അവർക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. എന്നിട്ട് അവർ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ അവസ്ഥ ഒന്ന് കാണൂ എന്നുള്ളത്. ഇവർ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഐ ഫെയിൽഡ് ടു ഗീവ് യു വാട്ട് യു നീഡ്. അതായത് അവർ പരാജയപ്പെട്ടു, നിങ്ങൾക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകാതെ അവർ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് വാല്യൂ തോന്നുന്നുണ്ട്, നിങ്ങളെ വിലമതിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്. നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് വേറെ ആർക്കും സാധ്യമല്ല, നിങ്ങൾക്ക് പകരമാവില്ല. ആരെ കൊണ്ടെന്ന് വെച്ചാലും ഏച്ചു കെട്ടിയത് മുഴച്ചിരിക്കുന്നു പറയുന്നത് പോലെ തന്നെയുള്ള ബലമായിരിക്കാം അവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കി. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ചേർന്ന ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പോഴൊന്നും തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിട്ടില്ല. കാരണം എന്താ, അവർക്ക് ഈ ഒരു കാര്യം കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കാനോ അംഗീകരിക്കാനോ ഒന്നുമുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. ഇപ്പം മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, മറ്റുള്ളവർ നുണ പറഞ്ഞ് ഇവരെ പറ്റിച്ചു എന്നവർക്ക് മനസ്സിലായി. നിങ്ങളാണ് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്, അതുപോലും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ പിന്നാലെ ഓടിയത് ഇവർക്ക് വിനയായിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് പാഷനാണ്. അവർ വളരെ പാഷനേറ്റായിട്ട് മാറുകയാണ്. മെഡിറ്റേഷൻ, പ്രാർത്ഥന, ജപങ്ങൾ ഒക്കെ ചെയ്യുക, ദൈവത്തെ മുറുകെ പിടിക്കുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ലതാണ്. മറ്റുള്ളവർ അവരവരുടെ പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്യുക, അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഇവിടെ അവരുപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അതിന് സമയം കൊടുക്കണം. അവർ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും.
അവരുടെ സോൾ മെസ്സേജ് നോക്കാം. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിം യു. എൻ്റെ തെറ്റാണ്, പക്ഷേ അതൊന്നും മാനിക്കാതെ ഞാൻ നിന്നെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. യുവർ എക്സ്പെൻസസ് ആർ ഗോയിങ് ഔട്ട് ഓഫ് മൈ പോക്കറ്റ്. നിൻ്റെ ചിലവുകളെല്ലാം എൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോയിട്ടുള്ളത്. ഐ വാണ്ടഡ് ടു ടീച്ച് യു എ ലെസൺ. ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കാനായിട്ട് വിചാരിച്ചു. ഈ വേർഡ്സൊക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കാം അവരുടെ സോൾ മെസ്സേജസ് ആയിട്ട് വരുന്നത്. ഈ ഒരു പേഴ്സൺ നെയിം എന്ന് പറയുന്നത് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത്. എ എന്ന് കിട്ടിയിട്ടുണ്ട്. വി ജി എൻ എൽ ക്യു ഒ ജെ ഐ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ്. ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട്, പത്തനംതിട്ട, ബാംഗ്ലൂർ, കാസർഗോഡ്, മലപ്പുറം ആൻഡ് ആലപ്പുഴ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം. ഇവിടെ 39 എന്നാണ് കിട്ടിയിട്ടുള്ളത്. 32, 35, 44, 13, 13, 2 എന്ന നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. 11 എന്നൊരു ഡേറ്റ്, 17, 12, 7 എന്ന നമ്പർ, 33, 27, 43, 6 എന്ന നമ്പർ, ക്യാൻസർ, സ്കോർപിയോ, 11, 11, 222, ബ്ലൂ ഐസ്, നീലക്കണ്ണുകളായിരിക്കാം. ഇന്നസെൻറ്റ് ലുക്കിംഗ് ഫേസ്, കണ്ടാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള മുഖമുള്ള ഒരാളായിരിക്കാം. ലോ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്, ബ്യൂട്ടിഫുൾ ഐസ്, വയലറ്റ് കളർ, വിയറിംഗ് ഗ്ലാസസ്, ബിസിനസ്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ബ്ലാക്ക് ഹെയർ, വെൽ ഡ്രസ്ഡ് പേഴ്സൺ, ബാൾഡ് ഹെഡഡ്, സ്ട്രോങ് റിലേഷൻഷിപ്പ്, ലവ് മാരേജ്, ബ്ലൂ കളർ, ലക്കി കളർ ആവാം. ബ്രദർ, തിക്ക് ഹെയർ, തിക്ക് ബേർഡ്, കട്ടത്താടിയായിരിക്കാം. ഫെയർ പേഴ്സൺ. അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഏഞ്ചൽ നിങ്ങളോട് ഫർഗീവ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഫർഗീവ് ചെയ്ത് കൊടുത്തേക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ട് നോട്ട് ദ റൈറ്റ് ടൈം. ഇപ്പോൾ റൈറ്റ് ടൈം അല്ല, നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കും. എസ് എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിൽ എന്താണ് വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തിയെ പറ്റി, അത് തന്നെ സംഭവിക്കും. എസ് അത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു ഓൾ.